ഞാനിന്ന് വളരെ ത്രില്ഡാണ്. എന്താണ് കാര്യമല്ലേ? യൂട്യൂബ് അവരുടെ മോണിറ്റൈസേഷൻ പോളിസി മാറ്റി. അത് എന്താണ് ഏതാണ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് എപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വഴിയേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ടെക് അപ്ഡേറ്റ്സ്, യൂട്യൂബ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ, അവസാനത്തേക്ക് വെക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് യൂട്യൂബിൻ്റെ നമ്മളൊക്കെ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കിയത്. അതായത് 4000 സബ്സ്ക്രൈബറും 1000 വാച്ച് അവറും ആക്കണമായിരുന്നു അന്നത്തെ കാലത്ത്. ഇനി വരാൻ പോകുന്ന മാറ്റത്തിലേക്ക് പറയാം. പക്ഷെ ഒരു ദിവസം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബറായ യൂട്യൂബേഴ്സും നമുക്കറിയാം. ഡ്യൂഡി, അവളുടെ 4K ഡ്യൂഡി എന്നുള്ള ചാനൽ അങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് 1,00,000 കയറിയിട്ടുള്ളതാണ്. അപ്പം അതുപോട്ടെ, നമ്മൾ സാധാരണയായിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ആക്കാൻ നമ്മൾ വളരെ പാടുപെട്ടിട്ടാണ് ഈ ഒരു കടമ്പ കിടക്കുന്നത്. ഇനി അത് വേണ്ട, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടണമെങ്കിൽ 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവേഴ്സും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഷോർട്ട് വ്യൂസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്, ഇതിൽ വാല്യൂസ് തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. നമുക്കെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ പറയുമ്പോൾ ഇപ്പം ആസ് ഇറ്റ് ഈസ് ഇന്ത്യയിൽ 1 crore ഷോർട്ട് വ്യൂ വേണം. അപ്പം ഈ പറഞ്ഞ തംബ്നെയിൽ നിങ്ങൾ കണ്ട ഇന്ത്യയിലല്ല, അത് ആദ്യമേ പറയട്ടെ, US-ലും UK-ലുമാണ്. അത് അവിടെ പരീക്ഷിച്ചിട്ടാണ് ഇവിടെ വരാം. ഓക്കെ, ഷോർട്സ് ആദ്യം ഇന്ത്യയിലായിരുന്നു വന്നിരുന്നത്, ഇന്നത്തെ US-ലും ദുബായിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് അവിടെ പരീക്ഷിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും വരും. പക്ഷെ ഇത് ഒരിക്കലും നമ്മുടെ വേറെ പ്രശസ്ത ഇക്കയും ഇച്ചായനൊക്കെ പറഞ്ഞത്, അതാരാന്ന് ഇക്ക ഇച്ചായെന്നൊന്ന് ഞാൻ പറയേണ്ടത്. ഇതിനു മുമ്പ് കാള വെട്ടി കയറെടുത്ത ഇക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്ക തന്നെയാണ്. ആള് എന്താണെന്ന് കേട്ട് പഠിക്കാണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത്. ഇച്ചായൻ കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇക്ക പറഞ്ഞത് എന്താണ്, നമ്മുടെ യൂട്യൂബ് ഏർണിങ്സ്, അതായത് മോണിറ്റൈസേഷൻ ശരിയാവുമെന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റുണ്ട് ഇക്ക. നിങ്ങൾക്ക് എക്സ്ട്രാസ് ആയിട്ട് കിട്ടുന്ന ബോണസുകളാണ് ഈ ഒരു ക്രൈറ്റീരിയയിൽ എനേബിൾ. അതായത് ഏർണിങ്സ് കിട്ടും, അത് വാച്ച് അവേഴ്സ് എന്നല്ല. പകരം സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ വരുന്ന സൂപ്പർ ചാറ്റ്, താങ്ക്സ്, പിന്നെ ഷോപ്പിംഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് എനേബിൾ ആവുക. ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ അത് അപ്പം 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാം. അതായത് നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, സ്റ്റിക്കേഴ്സ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ലൈവിൽ വരുമ്പോൾ ഓരോരുത്തർക്ക് അവരുടെ ചാനലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവിൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 10-50 രൂപ ഈ സൂപ്പർ ചാറ്റിലൂടെ, സൂപ്പർ താങ്ക്സിലൂടെയൊക്കെ സുജിത് ഭക്തനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്കൊക്കെ 1000-10,000 ഒക്കെ ആൾക്കാർ ഇട്ട് കൊടുക്കണം നമ്മൾ കാണാറുള്ളത്. കാരണം അവരെ ചാറ്റ് മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു കാര്യം ആണ് ഫസ്റ്റ് ഫേസിലാവുക. പിന്നെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ എത്തുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആഡ് റവന്യൂ കൂടെ വരും. അതായത് ഒരു കാരണവശാലും ആഡ് റവന്യൂ ആദ്യത്തെ ഓപ്ഷനിൽ വരുന്നില്ല. അതായത് ആദ്യത്തെ 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവേഴ്സിലും ഒരിക്കലും വരുന്നില്ല. പിന്നെ ഷോർട്സിൻ്റെ വേറെ ക്രൈറ്റീരിയ ഉണ്ട്, അതിലും ഇത് വരുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞത് ജെനുവിനായിട്ടാണ്, ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം എടുത്തത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാള പറ്റി കയറെടുത്ത ഇക്ക, അങ്ങനെ തന്നെ പറയാം, അത് ചെയ്തു. പറഞ്ഞത് എന്താ, എല്ലാവർക്കും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യും, ആഡ് റവന്യൂ വരുന്നു. അത് തെറ്റാണ്. ഇതാണ് അതിൻ്റെ ഒരു സത്യസ്ഥിതി. അപ്പം ഈ വീഡിയോ കാണുന്ന ഇക്കേൻ്റെ ഫാൻസ് എന്നെ പൊങ്ങാലിയിടരുത്. ഞാൻ പറഞ്ഞ സത്യമാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ജെനുവിനായിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുവേ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.